Okay, great. So, welcome back to the 24th day of our 28 days gratitude practice based on the book Magic by Rhonda Byrne. 28 ദിവസത്തെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 24ാമത്തെ ദിവസമാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് മേ യു ഹാവ് ഓൾ ലോഡ് ഓഫ് ബ്ലെസ്സിങ്സ്. ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അബൻഡൻസും ഈ ഒരു പ്രാക്ടീസ് കൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിന് കാണിക്കുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ദ വൈബ്രേഷൻ. നമ്മൾ എന്ത് എന്ത് വിഷയത്തിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്താൽ ആ എല്ലാ സങ്കടവും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകും. അത് എങ്ങനെ പോകണമെന്ന് വെച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു എന്താ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും പവർ ഉണ്ട്. നമുക്കത് അറിയണമെങ്കിൽ നമ്മളത് അതിൻ്റെ ഒരു വൈബ്രേഷനിലൂടെ നമ്മൾ വരണം. അപ്പോഴും മാത്രമല്ല, നമ്മളിത് എത്ര പറഞ്ഞാലും ഉണ്ടെന്ന് പറയാൻ നമുക്കത് മനസ്സിലാവണമെന്നില്ല ഒരു പക്ഷെ ചിലപ്പോൾ. എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നല്ല പറയണത്, എക്സ്പീരിയൻസ് ആണ് ഏറ്റവും നല്ല ടീച്ചർ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഹാസ് ദ മാജിക്കൽ പവർ. ആൻഡ് നമ്മൾ 24th ഡേ ആണ് ഇന്നത്തെ. 24th ഡേയിൽ മാജിക് പോയിന്റ് നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തല്ലേ? ഓക്കെ, 24th അല്ല, 24th 25th ആണ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസ് ദ ക്യൂ മാജിക് ആണ്. ക്യൂ മാജിക്, CUE, ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ പ്രൂഫ് അല്ലെ, തെളിവ് കാണിക്കുന്നതിനല്ലേ പറയാം. മാജിക് 25th ആണ് കേട്ടോ. നമ്മൾ 25 ആണ് ദ ക്യൂ മാജിക് പാൻറ് ഇന്നലെ കഴിഞ്ഞ. ഓക്കെ, ക്യൂ മാജിക് ആണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ്. ഇതിൽ പറയാൻ ലൈഫ് ഈസ് എ ഗെയിം. ആക്ച്വലി നമ്മൾ പ്രിയങ്ക ചോപ്രയുടെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറയണ കേട്ടിട്ടുണ്ട്, ഡു നോട്ട് ടേക്ക് ലൈഫ് സീരിയസ്ലി ദാറ്റ് മച്ച്. അതായത് നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട, നമ്മളിവിടെ റോക്കറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, നമ്മൾ വന്ന് എൻജോയ് ചെയ്യാനുള്ള വേദിയാന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ലൈഫിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത്, നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കും. ഈവൻ ഹ്യൂമൻ ബൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, അതായത് ഈവൻ ഒരു പട്ടി കടിച്ചാൽ പോലും നമുക്കതിന് ട്രീറ്റ്മെന്റ് ഉണ്ടെന്നാ പറയണേ. പട്ടി കടിച്ചാൽ നമുക്കതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, പാമ്പ് കടിച്ചാലുണ്ട് ട്രീറ്റ്മെന്റ്. ഹ്യൂമൻ ബൈറ്റിന് ട്രീറ്റ്മെന്റ് ഇല്ല. അതായത് ഒരു മനുഷ്യൻ അവന്റെ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന മുറിവുകൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ല. അതായത് ഓരോരുത്തരുടെയും വിഷമങ്ങൾ, വേദനകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പിടിച്ചങ്ങോട്ട് കുത്തുമ്പോണ്ടല്ലോ, അതിന് ട്രീറ്റ്മെന്റ് നമുക്ക് പറ്റില്ല. അപ്പോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ, നമ്മൾ കരുത്ത് ആർജിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കൂടെ കൊണ്ടുനടക്കണം. അല്ലെങ്കിൽ ചുറ്റും വെള്ളക്കെട്ടുകൾ നിറഞ്ഞ ചെളിക്കുഴിയൊക്കെ ഉണ്ടാവും, അതിലേക്കൊക്കെ നമ്മൾ താന്നു പോന്നു കഴിയുമ്പോൾ അപ്പോഴും നമുക്ക് ചിലപ്പോൾ നേരിടേണ്ട ചോദ്യം കയറി പോരായിരുന്നില്ല എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഒക്കെ നമ്മൾ കൂടെ കൊണ്ടുനടക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ്, സെൽഫ് ലവ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുനടന്നാണ്ടല്ലോ, നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങായിട്ടുണ്ടാവും എല്ലാവർക്കും. ഓക്കെ, അപ്പൊ അതിന് പറ്റിയിട്ട് ലൈഫ് ഈസ് എ പ്ലേഫുൾനെസ്. ജീവിതം ഒരു ഗെയിമായിട്ട് എടുക്കുക, ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റട്ടെ, ഒരു കളിയായിട്ട് എടുക്കുക. വി നീഡ് ടു പ്ലേ സോ ദാറ്റ് വി ക്യാൻ റീഡിസ്കവർ ദ മാജിക് ഓളർ ആണ്. നമുക്ക് കളിക്കാൻ അറിയണം. ലൈഫിൽ നമ്മൾ കളിക്കാൻ, ഒരു ഗെയിമായിട്ട് ആസ്വദിച്ച് അതിൻ്റെ ഒരു സ്പിരിറ്റോടുകൂടി കളിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള മാജിക് ഒക്കെ വീണ്ടെടുക്കാൻ പറ്റും എന്ന് പറയണേ. നമ്മുടെ ചുറ്റും ഒരുപാട് മാജിക് ഉണ്ട്, ഒരുപാട് ക്യൂസ് ഈ യൂണിവേഴ്സ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. യൂണിവേഴ്സിന് ഒരുപാട് പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. നമ്മളെ സദാസമയം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാ മൂവ്മെന്റും അറിയുന്നുണ്ട്. ഞാൻ അറിയാതെ ഒരു ഇലാനെങ്കില എന്ന് പറയണേ. അപ്പോൾ എല്ലാ മൂവ്മെന്റും അറിയുന്നുണ്ട്, എല്ലാ ചിന്തകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ സന്തോഷങ്ങളും അറിയുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് സൂചനകൾ തന്നുകൊണ്ടേയിരിക്കും. നിന്റെ ലൈഫിൽ നീ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും നീ എന്തിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആവണമെന്ന്. അപ്പൊ അങ്ങനെയുള്ള കുറെ ക്യൂസിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ക്യൂസ് കാണുമ്പോൾ, തെളിവുകൾ കാണുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നുള്ളതാണ്. ഹാവ് ഫൺ. ഈ ഗെയിമിൽ നമുക്ക് ഫണ്ണായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ പോലെ ഗെയിമായിട്ട് ഫണ്ണായിട്ട് എടുത്തിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ വേണം. ഇമാജിൻ എ ഫ്രണ്ട്ലി ആൻഡ് കെയറിങ് യൂണിവേഴ്സ്. പറഞ്ഞ പോലെ നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മൾ വളരെ അടുത്ത് നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് യൂണിവേഴ്സിനെ കാണുക. സത്യം കേട്ടോ, നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് യൂണിവേഴ്സിനെ കാണാം. ഓക്കെ, ഇറ്റ് വാണ്ട്സ് യു ടു ഹാവ് എവറിഥിങ് യു വാണ്ട് ഇൻ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ശക്തി അതാണെന്ന് പറയുന്നത്. അതായത് അതിനോളം നിങ്ങളെ സ്നേഹിക്കുന്ന ആരും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഇല്ല, ആ ശക്തിയോളം. അപ്പൊ ആ ശക്തിയോട് അറിയുക, ആ ശക്തി കാണിച്ചു തരുന്ന ക്യൂസ് ഒക്കെ, തെളിവുകളൊക്കെ എടുക്കുക എന്നുള്ള എവറിത്തിങ്. ഓക്കെ, ഇറ്റ് യൂസ്. ഓക്കെ,
ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചാൽ നമ്മുടെ മനസ്സിൽ ഇറ്റ് യൂസസ് ലോ ഓഫ് അട്രാക്ഷൻ ആണ് യൂണിവേഴ്സിന്റെ ടൂള്. ലോ ഓഫ് അട്രാക്ഷൻ ആണ് നമുക്ക് സൈനും ക്യൂസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കണം. അതായത് നമ്മളൊരു കാര്യത്തെ പറ്റി കൂടുതൽ കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ, ആ കാര്യം യൂണിവേഴ്സ് കൂടുതൽ കൂടുതൽ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുമല്ലോ. ഇതല്ല നീ ആഗ്രഹിച്ചത്, ഇതല്ല നീ ആഗ്രഹിച്ചത്. സത്യം, നിങ്ങളൊരു സ്ഥിരമായിട്ടൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ആ സെയിം കാര്യം നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളത് കണ്ടുകൊണ്ടേയിരിക്കും. യൂണിവേഴ്സ് നമ്മളോട് കളിക്കുകയാണ്, നമുക്ക് പോലും അറിയില്ല, നമുക്ക് പോലും മനസ്സിലാവില്ല ഇതെന്താണ്, അത് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പം നമ്മൾ ബി കെയർഫുൾ ഇൻ യുവർ ലൈഫ്, ബി കണക്റ്റഡ് വിത്ത് ദ യൂണിവേഴ്സ് ഓൾവേസ്, ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ട്രസ്റ്റ് ദറ്റ് പവർ. ഓക്കെ. അപ്പോൾ ടു ഹെൽപ്പ് യു റിസീവ് യുവർ ഡ്രീം, റിമൈൻഡിങ് യു ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ. ഓക്കെ, നമ്മൾക്ക് വേണ്ടത് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇങ്ങനെ ക്യൂസ് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മളോട് പറയും ബി ഗ്രേറ്റ്ഫുൾ. നിനക്ക് വേണ്ടത് ഇതാണല്ലേ, ഞാൻ നിനക്ക് നിന്റെ ലൈഫിലേക്ക് ഞാനത് തന്നുകൊണ്ടിരിക്കുകയാണ്, നിന്നിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പീപ്പിൾ, സർക്കംസ്റ്റൻസ് ആൻഡ് ഇവന്റ്സ് അറൌണ്ട് യു, ഓക്കെ, നമ്മുടെ ചുറ്റും ആളുകളെയും സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ആംബുലൻസ് കാണുമ്പോൾ യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട് യുവർ ഹെൽത്ത്, അല്ലെ? യൂണിവേഴ്സ് പറയുന്ന ക്യൂ ആണ്. നമ്മളൊരു ആംബുലൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കാണുമ്പോൾ, അതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരു നമ്മുടെ ഹെൽത്തിനെ പറ്റിയാന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കൂ, നമ്മൾ പോകുന്ന വഴിക്ക് എത്രയോ ഹോസ്പിറ്റൽ കാണൂ, അല്ലേ? ആ ഏതെങ്കിലും നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനെ പറ്റി ആലോചിക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഹെൽത്ത് വീക്ക് ആണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ചേക്ക്. എത്രയോ സമയം നമ്മൾ ഈ കിടന്ന് പാഞ്ഞ് ഓടണം, എത്രയോ സമയം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് ചിലവാക്കേണ്ടി വരും, അല്ലെ? ക്യാൻസർ, അത് അതിന്റെ മടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷെ നല്ലോണം ഇരിക്കുമ്പോൾ നമ്മൾ അതിന്റെ നന്ദി പറയാൻ നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് തിരക്കാണ്, നമ്മൾ ഓർക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുവാണ്, നിങ്ങൾ നന്ദിയുള്ളവരാകൂ, ബി ഗ്രേറ്റ്ഫുൾ ഇൻ യുവർ ബ്ലെസ്സിങ്സ്. ഈ ഹോസ്പിറ്റൽ കാണുമ്പോൾ പറയാണ്, നിന്റെ ആരോഗ്യത്തിന് നീ നന്ദിയുള്ളവരാകും എന്നാണ് പറയുന്നത്. ഓക്കെ. ഒരു ആംബുലൻസ് ആരം കേൾക്കുമ്പോൾ, ഒരു പോലീസ് വാൻ കാണുമ്പോൾ, അറിയാലേ, നമുക്കൊരു ജസ്റ്റ് ഒരു അയൽപക്കമായിട്ട് അല്ലെങ്കിൽ നൈബർഹുഡുമായിട്ട് ഒരു വഴിത്തർക്കം ഉണ്ടായാൽ മതി. എത്ര നാൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം, എന്തോരം കോടതികൾ, എന്തോരം സമയം നമ്മുടെ പോകൂലേ. അപ്പോൾ ഒരു പോലീസ് വാൻ കാണുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അല്ലെങ്കിൽ നമ്മൾക്കുള്ള സമയം, നമ്മൾ സേഫ് ആണ്, നമ്മൾ ഓക്കെ ആണ്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. എല്ലാം ക്യൂസ് ആണ്, യൂണിവേഴ്സ് കാണിക്കുന്ന എല്ലാം ക്യൂസ് ആണ്. നമ്മൾ പെർഫെക്റ്റ് ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെ, നമ്മളൊരു വണ്ണമുള്ള ഒരാളെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഓവർ വെയിറ്റ് ആയിട്ട് വിഷമിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ബോഡി വെയിറ്റിന് നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നന്ദി പറയണം എന്നാണ് പറയുന്നത്. ഈ ബുക്കിൽ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ബുക്കിൽ റോണ്ട ബാൻ വളരെ അടുത്ത് നമുക്കിതൊക്കെ ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു റൊമാൻറ്റിക് പാർട്ട്ണറെ കാണുമ്പോൾ, പാർക്കിലോ ബീച്ചിലോ എവിടെയൊക്കെ പോകുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് ഒക്കെ പോകുമ്പോൾ, നമ്മൾ ഏത് പാർക്കിൽ ചെന്നാലും നമുക്കിങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫ് കാണുമല്ലേ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് അതിനെപ്പറ്റി അതില്ലാത്ത ഒരാളെ പറ്റി ആലോചിച്ച് വിഷമിക്കാറാണ് പതിവ്. പക്ഷെ യൂണിവേഴ്സ് നമ്മളോട് ഗ്രേറ്റ്ഫുൾ ആവാനോ, അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ടോക്സിൻസ് റിലീസ് ആവാനെങ്കിലും പറ്റും. അറ്റ്ലീസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നോക്കുവാണെങ്കിൽ, നമുക്ക് ആഗ്രഹിച്ചൊരു കാര്യം മറ്റുള്ളവരിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു നിരാശയുണ്ടല്ലോ, ഒരു സങ്കടം ഉണ്ടല്ലോ, അത് ബി അവെയർ അബൌട്ട് ഇറ്റ്. നമ്മൾ അവെയർ ആയിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് പിവട്ട് ചെയ്യാൻ നമുക്ക് പറ്റുവാണെങ്കിൽ, നമുക്ക് ആ ഒരു സങ്കടത്തിൽ നിന്നുണ്ടാവുന്ന ടോക്സിൻസിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കാനെങ്കിലും പറ്റും, ഏറ്റവും കുറഞ്ഞത്. അപ്പൊ നമ്മൾ നന്ദിയുള്ളവരാവാൻ, താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. നമ്മളൊരു ഫാമിലി ലൈഫ് കാണുമ്പോൾ, മറ്റുള്ളവരുടെ നല്ല ഫാമിലി ലൈഫ് കാണുമ്പോൾ, ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ഇറ്റ്. നല്ല വീട് കാണുമ്പോൾ, നിങ്ങൾ വീടില്ലാത്തവരാണെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്ക് സൂചന കാണിച്ചു തരുവാണ്, നിന്റെ ആഗ്രഹം ഇതല്ലേ, നിന്റെ ആഗ്രഹം ഇങ്ങനെയാണോ വേണ്ടേ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ യെസ് യെസ് ഐ എം കമ്മിങ് ഇൻ ടു ഇറ്റ്, ഐ എം ഗെറ്റിംഗ് ഇറ്റ്. ഞാനത് യെസ് എന്നുള്ള വാക്ക് ഭയങ്കര പവർഫുൾ ആണ്. ഇവിടെ നമുക്ക് യെസ് ഉപയോഗിക്കാം. യെസ് ഇറ്റ് ഈസ് കമ്മിങ് ടു മീ, യെസ് ഇറ്റ് ഈസ് കമ്മിങ് ടു മീ. ഇതൊരു മന്ത്രമായിട്ട് നമ്മൾ മാറ്റാം. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും മറ്റുള്ളവരിൽ കാണുമ്പോൾ. ഞാനിത് പഠിച്ചതിന് ശേഷം മനഃപൂർവ്വം ഞാനിത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. പലപ്പോഴും മറന്നു പോയാലും ഓർക്കുമ്പോഴൊക്കെ മനഃപൂർവ്വം ഞാനിത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. യെസ് ഇറ്റ് ഈസ് കമ്മിങ് ടു മീ, യെസ് ഇറ്റ് ഈസ് കമ്മിങ് ടു മീ. അറ്റ്ലീസ്റ്റ് ആ ടോക്സിൻസ് നമ്മൾ റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു നൈബർഹുഡ്, നല്ല അയൽക്കാരെ കാണുമ്പോൾ യെസ് ഇറ്റ്സ് കമ്മിങ് ടു മീ. മെറ്റീരിയൽ ഡിസൈൻ, നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങൾ, കാറാണോ, വീടാണോ, എന്താണോ, ജോലിയാണോ, ഫെയിമാണോ, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ, നമ്മുടെ ചുറ്റും ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കണ്ടാൽ ഫസ്റ്റ് അവരെ ബ്ലെസ് ചെയ്യാം, ദെൻ ബി ഗ്രേറ്റ്ഫുൾ.
നമുക്ക് ഇങ്ങനെ കൂടെ പറയാം, യെസ് യെസ് എന്ന വാക്ക്, യെസ് ഇറ്റ് ഇസ് കമ്മിങ് ടു മീ. അതായത് പവർഫുൾ വൈബ്രേഷൻ, രണ്ട് പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ്, ഒന്ന് യെസ്, ഒന്ന് അയാം. ഓക്കെ, ഈ രണ്ട് വാക്കുകൾ ഒത്തിരി പവർഫുൾ ആണ്. അപ്പം അയാം എന്നാൽ നമുക്ക് അറിയാം, അയാമിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാം. യെസ് എന്ന വാക്ക്, യെസ് ഇറ്റ് ഇസ് കമ്മിങ് ടു മീ, യെസ് ഇറ്റ് ഇസ് കമ്മിങ് ടു മീ എന്ന് ഉറക്കെ ഉറക്കെ നമുക്ക് പറ്റാവുന്ന പോലെ പറയാന്നുള്ളത്. ഒരു ഫ്രണ്ട് ഗുഡ് മോർണിംഗ് പറയുവാണെങ്കിൽ, ഞാനേ എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അവിടെ റുവൈസിൽ, പണ്ട് 2018 അറിയുന്ന ടീച്ചർ, 19 18 അറിയുന്ന ടീച്ചറാണ്. ആ ടീച്ചർ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ കൂടി എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാ ദിവസവും. ഞാൻ അതിന് 2 3 പ്രാവശ്യം ആ ടീച്ചറെ കോൺടാക്ട് ചെയ്യാൻ നോക്കി. നമ്മുടെ ഒരു എന്താ പറയാ, ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയക്കുന്ന, എൻ്റെ കൂടെ കൂട്ടാൻ പറ്റുമോ ഞാൻ നോക്കി, പക്ഷെ ആ ടീച്ചർ അടുക്കണില്ല. അതായത് കൺസിസ്റ്റന്റ് 2017 തുടങ്ങി ഇന്ന് രാവിലെ വരെ അവർ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ടായിരുന്നു. ആ ടീച്ചറുടെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. ഈ ചെടികളുടെയൊക്കെ പൂവൊക്കെ ഫോട്ടോ എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നല്ല അയക്കണേ, എല്ലാ ദിവസവും വേറെ വേറെ എത്ര വർഷമായി നോക്കിയേ. അത് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കും, ഈ ടീച്ചർക്ക് വേറെ പണിയൊന്നുമില്ല, എന്ത് ഗുഡ് മോർണിംഗ്. പക്ഷെ ഇതറിഞ്ഞ പിന്നെ ഞാൻ പറയണം, അതെനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ എപ്പോഴും കാണും. ഗുഡ് മോർണിംഗ്, ഒരാൾ ബ്ലെസ് ചെയ്യാണ്, ഗുഡ് മോർണിംഗ്, നല്ല പ്രഭാതമാവട്ടെ എന്ന് ബ്ലെസ് ചെയ്യാണ്. അപ്പം നമ്മൾ ശരിക്കും ആ ഒരു ഇറിറ്റേഷൻ വരാതെ, ഇത് എല്ലാ ദിവസവും മെസ്സേജ് വരുമ്പോഴേ ഫോണിന്റെ മെമ്മറി ഫുള്ളായി ഈ പിക്ചർ വന്നിട്ട്. അപ്പൊ ഇറിറ്റേഷൻ വരാതെ നമ്മൾ മനഃപൂർവ്വം നമ്മളെ ഒരാൾ വിഷ് ചെയ്യണം, ഒരു ബ്ലെസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് പറയാം. എന്താഗ്രഹങ്ങളും നിങ്ങൾ എന്താ പറയുക, ഹോം അപ്ലയൻസ് കാണുമ്പോൾ, നല്ല വെതർ, ഒരാൾ നല്ല വെതറിനെ പറ്റി പറയുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ആലോചിക്കാം നമ്മുടെ വെതർ, നമ്മൾ എത്ര നല്ല അല്ലേ, നമ്മൾക്ക് അറിയാം അല്ലേ. ഇപ്പോൾ കാനഡ അങ്ങനെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ വണ്ടിയും വഴിയൊക്കെ ഷവൽ വെച്ചിട്ട് കോരി കളഞ്ഞ് മഞ്ഞ് കളഞ്ഞിട്ട് വേണം അതിൽ കൂടെ പോകാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നോക്കി നോക്കി നമുക്ക് അങ്ങനെ വല്ല ഇതുണ്ടോ? അതായത് നമ്മൾ ജീവിക്കാൻ ഏറ്റവും നല്ല ക്ലൈമറ്റ് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെന്ന് പറയണേ. എന്നാലും പല സ്ഥലത്തും പല ആളുകളും ജീവിക്കുമ്പോൾ ആ ഇതുമായിട്ട് ചുറ്റുപാടുമായിട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമോ അതൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു വെതർ ആണെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇത് ഞാൻ ചുമ്മാ പറയാൻ വേണ്ടി പറയല്ലോ, നമ്മൾ അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ ഹ്യൂമൻ ബൈറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് രക്ഷ കിട്ടും. അത് നമ്മളൊരു വീക്ക് പോയിന്റ് നോക്കിയിട്ട് നമ്മളെ കടിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറേ ആളുകൾ, അവരെ കുറ്റം പറയല, അത് അവരുടെ പെയിൻ, അവരുടെ ഹേർട്ട് പീപ്പിൾ ഹേർട്ട് അതേഴ്സ് എന്ന് പറയാം. അവരുടെ ഉള്ളിൽ കിടക്കുന്ന പെയിനും അവരുടെ അഴുക്കാണ് അവർ പുറത്തിടുന്നത്. അവർക്കൊരു സുഖമുണ്ട്, നമുക്ക് ഈ ഒരു പോയിന്റിൽ നമ്മളെ ചൊറിഞ്ഞാൽ അവർക്കൊരു സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി അതിനെ പിവട്ട് ചെയ്തിട്ട് ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ഇറ്റ്. ഓക്കെ, നമ്മുടെ ഹോം അപ്ലയൻസ്, നമ്മുടെ വീട്ടിലില്ലാത്ത ഹോം അപ്ലയൻസ് എവിടെയെങ്കിലും കാണുമ്പോൾ, താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് മീ ടു ദിസ്, എന്നെ കാണിച്ചു തന്നതിന് നന്ദി. ഹെൽത്തി ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചെടികൾ കാണുമ്പോൾ, പൂക്കൾ കാണുമ്പോൾ, നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ATM കാണുമ്പോൾ, ബാങ്ക് കാണുമ്പോൾ, ATM കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമ്മൾ നന്ദി പറയണമെന്ന് പറയണം. ബാങ്ക് കാണുമ്പോൾ നമ്മളിലേക്ക് വരുന്ന പണത്തിന് നമ്മൾ നന്ദി പറയണമെന്ന് പറയാം. ഓക്കെ, ഒരാൾ വിഷ് ചെയ്താൽ എല്ലാത്തിനും നന്ദി നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ബി ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ക്യൂ മാജിക് എന്ന്. അതായത് ഈ പ്രപഞ്ചം നമ്മളോട് ഏറ്റവും ഈ ലോകം ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടൊരു ലോകമാണെന്നാണ് പറയണത്. അതായത് ഈ ലോകത്തിൽ ഒരുപാട് നന്മകളുണ്ട്. ഈ നന്മകളും ഉണ്ട്, തിന്മകളും ഉണ്ട്. ഈ നന്മകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്മ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മളും ഹാപ്പി ആയിരിക്കും, വലിയ പരിക്കില്ലാതെ അവർക്കും രക്ഷപ്പെടാം, നമുക്കും രക്ഷപ്പെടാം. അല്ല, നമ്മൾ അതിൽ തിന്മയിലേക്കാണ് ശ്രദ്ധിക്കണമെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ന്യൂസൻസ് ഫോർ ബോത്ത് ഓഫ് അസ്. നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ബെറ്റർ ബി 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 ഇൻട്രസ്റ്റഡ് ഇൻ ദ ഗുഡ് തിങ്സ് അറൗണ്ട് us. നമ്മൾ അപ്പോൾ ഇത് കണ്ടിട്ട് അതിനോട് നന്ദി പറഞ്ഞ ഒരു ബൈ ഡിഫോൾട്ട് അങ്ങനെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. എപ്പോഴും ഒരു പൂ കാണുമ്പോൾ വാ ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്, അതിനോട് നന്ദി പറയുക. നല്ല നല്ലൊരു സാധനങ്ങൾ കാണുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് സാധനങ്ങൾ കാണുമ്പോൾ, നല്ലൊരു വീട് കാണുമ്പോൾ, താങ്ക് യു, ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. വെറുതെ എല്ലാം എനർജി അല്ലേ, എല്ലാം എനർജിയാണ്. നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ എന്ത് എനർജിയാണോ നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കണം, അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്ന പറയുന്നത്. അപ്പോൾ ഈ നിക്കോള ടെസ്ല എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ എനർജി ബേസിൽ മനസ്സിലാക്കണം എന്ന് പറയാം. അതായത് ഈ വസ്തുക്കളും കാര്യങ്ങളും വാർത്തകളും ഒന്നുമല്ല, എനർജിയാണ്. അപ്പോൾ നമ്മൾ എന്ത് എനർജിയാണോ ഒരു കാര്യത്തിലേക്ക് കൊടുക്കുന്നത്, ആ സെയിം എനർജി നമ്മളിലേക്ക് തിരിച്ചു വരും.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്യൂ മാജിക്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബി അലേർട്ട് ടു സീ 7 ക്യൂസ് ടുഡേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയറിൽ നിങ്ങൾ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന 7 ക്യൂസ് എങ്കിലും ഇന്ന് കാണാൻ വേണ്ടിയിട്ട് റെഡി ആവാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 7 ക്യൂസ് കണ്ടിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. ബി അലേർട്ട് ടു സീ 7 ക്യൂസ് ടുഡേ. ഓക്കെ, സേ താങ്ക് യു ഫോർ മൈ പെർഫെക്റ്റ് വെയിറ്റ്. അതായത് നിങ്ങളുടെ ശരീരത്തിന് അതായത് നിങ്ങൾക്ക് കാണിക്കുന്ന ഇപ്പോൾ ഒരാൾ വണ്ണമുള്ള ഒരാളെ, നല്ല വണ്ണമുള്ള ഒരാളെ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ സാധാരണ എന്ത് വണ്ണമല്ലേ, എങ്ങനെയാണോ നടക്കണേ, അങ്ങനെയൊക്കെയല്ലേ സാധാരണ സാധാരണ ഒരാളാണ് ചെയ്യുന്നത്, നോക്കി എന്ത് വണ്ണം. പക്ഷെ നമ്മൾ അവരിലേക്ക് തിരിയുന്നത് ആ ശ്രദ്ധ നേരെ നമ്മളിലേക്ക് കൊണ്ടിട്ട് താങ്ക് യു സോ മച്ച് ഗോഡ്, എനിക്ക് നീ സുന്ദരമായൊരു ശരീരം തന്നു, സുന്ദരമായൊരു ബോഡി വെയിറ്റ് തന്നു, ഒരിക്കലും വിഷമിക്കുക, അതിനാലോചിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് അനുഗ്രഹങ്ങളായിട്ട്, ഇതൊക്കെ എൻ്റെ അനുഗ്രഹങ്ങളാണല്ലേ, താങ്ക് യു സോ മച്ച് ഗോഡ്. വെറുതെ ഒരാളും കേൾക്കണ്ട, ഒരാളും അറിയണ്ട. അതാണ് പറഞ്ഞാൽ ഈ യൂണിവേഴ്സും നമ്മളും തമ്മിലുള്ള കണക്ഷൻ ബിൽഡപ്പ് ചെയ്ത് വന്നാലുണ്ടല്ലോ, ഒരു ഹ്യൂമൻ ബൈറ്റും നമുക്ക് കേൾക്കൂല, ഒരു ഹ്യൂമൻ ബൈറ്റ് കേൾക്കൂല. ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റും. കാരണം നമ്മുടെ സ്രഷ്ടാവാണ്, നമ്മുടെ പ്രൊട്ടക്ടറാണ്. നമ്മളെ കൊണ്ടെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പുള്ളിയും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. നമ്മൾ ഈ ചിന്ത കാട് കയറി ചിന്തിച്ചിട്ട് നമുക്ക് സങ്കടം വന്നെന്ന് പറഞ്ഞിട്ട് പുള്ളിന് അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനെ അനുവദിച്ചു കൊടുക്കുക. ക്യൂസ് കാണാൻ നമ്മൾ റെഡി ആയിരിക്കുക. സെ താങ്ക് യു ഫോർ മൈ പെർഫെക്റ്റ്. ഇഫ് യു വെർ പ്രാക്ടീസ് ഇൻ ദ പാസ്റ്റ് 24 days യു വുഡ് ബി അലർട്ട്. ഓക്കെ, അതായത് ഇതിൽ പറയണമെന്ന് വെച്ചാൽ കഴിഞ്ഞ 24 നമ്മൾ 24 ദിവസമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു, പറയുന്നുണ്ട് എല്ലാ ദിവസവും. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതിനോട് നന്ദി പറയണം എന്നുള്ളൊരു ചിന്ത നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു വൈബ്രേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഈ 28 ദിവസത്തെ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. എല്ലാം സിമ്പിൾ പ്രാക്ടീസാണ്. അതായത് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള, എഴുന്നേൽക്കുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരാളെ കാണുമ്പോൾ, എന്താ പറയുക, പണം കാണുമ്പോൾ, ഹെൽത്ത് കാണുമ്പോൾ, അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിമ്പിൾ എക്സസൈസാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇട്ടേക്കാം. അതായത് ഓരോ ദിവസം പ്രാക്ടീസ് നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ ഓരോ ദിവസത്തെ നിങ്ങൾ ചെയ്യേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അത് ഒരു 4 എണ്ണം വെച്ച് ഒരു ദിവസം നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുവാണെങ്കിലേ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അത് വരും. അതായത് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറയണ്ടല്ലോ, അത് പറയാ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറയുന്നുണ്ട്, അത് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് പറയാൻ പറയുന്നുണ്ട്, അത് ചെയ്യുക. അങ്ങനെ ഒരു 4 പ്രാക്ടീസ്, മിനിമം ഒരു 4 പ്രാക്ടീസ് ഒരു ദിവസം ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി. ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ 4 എണ്ണം റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 4 എണ്ണോ അല്ലെങ്കിൽ ഒരു 2 എണ്ണം കൂടെ ചെയ്യാം. അതായത് ഈ 4 എണ്ണോ അല്ലെങ്കിൽ 4 എണ്ണം കൂടി, അപ്പം 8 എണ്ണമായില്ലേ. പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ പോട്ടെ 2 എണ്ണം വെച്ച് ചെയ്താലും മതി. 2 എണ്ണം ചെയ്യുക, പിറ്റേ ദിവസം 2 എണ്ണവും, പിന്നെ ഈ 2 എണ്ണം കൂടെ ചെയ്യുമ്പോൾ 4 എണ്ണമായി. അടുത്ത ദിവസം 2 എണ്ണം, പിന്നെ അടുത്ത 2 6 എണ്ണമായി. അങ്ങനെ ഇൻകോർപ്പറേറ്റ് 2 മാസം നമ്മളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്താലുണ്ടല്ലോ, ബൈ ഡീഫോൾട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു എന്ന വാക്ക് നമ്മുടെ നാവിൻ്റെ തുമ്പത്തുണ്ടാവും. ദ മോർ യു ആർ ഗ്രേറ്റ്ഫുൾ, ദ മോർ ബ്ലെസ്സിങ്സ് യു വിൽ റിസീവ്. അല്ലെങ്കിൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ തന്നുകൊണ്ടേയിരിക്കുന്നത്. വേറെ ഇതൊന്നും ആരെയും അറിയിക്കാനോ അല്ലെങ്കിൽ ആരെയും ആരും അറിയുന്നില്ല. നമ്മളും നമ്മുടെ സൃഷ്ടാവും തമ്മിലൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് നമ്മുടെ സങ്കടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കും ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ലൈഫിലേക്ക് കൊണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അലേർട്ടാവും. നമ്മൾ എന്തായി ചിന്തിച്ചു കൂട്ടണേ എന്നുള്ളത് അലേർട്ടാണ്. നമ്മൾ അല്ലെങ്കിലും പറയാറില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എന്ത് ചെയ്യുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഹോപ്പോനോട് രണ്ടാമത്തെ ബുക്കിൽ എന്താ പറയുക, താങ്ക് യു, ഐ ലവ് യു, ഇത് രണ്ടും പറഞ്ഞാൽ മതി എന്നാ പറയണേ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ മാറ്റിയിട്ട് പുള്ളി പറയണത്, ജോവിറ്റാലെ പറയണത് താങ്ക് യു, ഐ ലവ് യു, ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും പറഞ്ഞാൽ മതി. എല്ലാ എനർജിയാണ്. ഞാൻ ഈ ബുക്ക് കണ്ടപ്പോൾ താങ്ക് യു, ഐ ലവ് യു, ഫോൺ കണ്ടപ്പോൾ താങ്ക് യു, ഐ ലവ് യു, ഈ ക്യാമറ കണ്ടപ്പോൾ താങ്ക് യു, ഐ ലവ് യു, ഇങ്ങനെ ചുമ്മാ അത് പറഞ്ഞ് എല്ലാം എനർജിയാണ്. നമുക്ക് എല്ലാത്തിനും നമ്മുടെ എനർജി വൈബ്രേഷൻ അറിയാൻ പറ്റുന്നവരാണ്. അങ്ങനെ ദ മോർ യു സേ ഈസിലി യു വിൽ അട്രാക്ട് യുവർ ഡ്രീംസ്. എത്രത്തോളം നിങ്ങൾ പറയുന്നു അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് ശരിക്കും ജസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ്. ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുക. അറിവുകൾ തിരിച്ചറിവുകളാവുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളിതിങ്ങനെ കണ്ടുവെന്നോ കേട്ടുവെന്നോ വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക. അത് ആ യാത്രയിൽ ഒരിക്കലും നമ്മൾ സ്വയം പണിഷ് ചെയ്യാതിരിക്കുക. അത് ചെയ്തില്ല, താങ്ക് യു സോ മച്ച് ഡിയർ.
എന്താ ശരിക്കും ഈ നമുക്ക് ഉള്ളിലൊരു പെയിൻ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ സത്യം ഒരു ഹ്യൂമൻ ബൈറ്റ് കിട്ടിയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റണേ. നമ്മള് അതാ പറയണേ, നമ്മള് ഫീൽ ദ പെയിൻ ടു ഹീൽ ദ പെയിൻ എന്ന് പറയാം. നമ്മളെ ലൈഫിൽ ചലഞ്ചസ് വരുമ്പോൾ നമ്മളുടെ ബെറ്റർ നമ്മളെ ഇങ്ങനെ സ്വർണം ഉരുക്കുമ്പോൾ അത് നല്ലത് അല്ലേ, അങ്ങനെ പറയില്ലേ, തീച്ചുളെ കാണുക. അപ്പൊ നമുക്ക് ചലഞ്ചസ് വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഏറ്റവും നല്ലത് പുറത്തേക്ക് വരണം. I love you all present in this group. Yeah, Kartika, we know that. We know your vibration. You love everybody. എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. മാക്സിമം ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. യു ആർ ഗ്രേറ്റ് യു ആർ ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ദ മോർ യു പ്രാക്ടീസ് ദ മോർ ബ്ലെസ്സിങ്സ് വിൽ കം ടു യു. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ്. ഒന്നുകൂടെ പറയാം, മാജിക് ക്യൂ ആണ് കേട്ടോ ഇന്നത്തെ പ്രാക്ടീസിന്റെ പേര്. ദ ക്യൂ മാജിക് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഫസ്റ്റ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കൗണ്ട് യുവർ ബ്ലെസ്സിങ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക. രണ്ടാമത്തത് താങ്ക് യു എന്ന് പറയാം. പിന്നെ രണ്ടാമത്തത് ടുഡേ ബി അലേർട്ട് ഓൺ വാട്ട് അറൌണ്ട് യു. നിങ്ങളുടെ ചുറ്റും കാണുന്നത് എന്തൊക്കെയാണെന്ന് അലേർട്ട് ആവുക. ആൻഡ് ടേക്ക് അറ്റ്ലീസ്റ്റ് 7 ഗ്രാറ്റിറ്റ്യൂഡ് ക്യൂസ്. അതായത് 7 ക്യൂസ് എങ്കിലും കാണാം. അതായത് നമ്മൾ കാണുന്നതിനെല്ലാം നന്ദി, അറ്റ്ലീസ്റ്റ് 7 എണ്ണമെങ്കിലും ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഞങ്ങളെ ഇവിടെ ഈ പഴയ ഞങ്ങളുടെ പുതിയ ഫ്രിഡ്ജ് കിട്ടിയപ്പോഴേ, പഴയ ഫ്രിഡ്ജ് ചെറിയ ഫ്രിഡ്ജായിരുന്നു ഞങ്ങളുടെ, ചെറിയ ഏറ്റവും ചെറുത്. അങ്ങനത്തെ അത് ആണെങ്കിൽ തുരുമ്പോ ആയിട്ടുണ്ടായിരുന്നു, പഴയത് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് ആ ഫ്രിഡ്ജ് ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാമെന്ന്, ആരും വരൂല എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കി. എന്നിട്ട് ഈ ഫ്രിഡ്ജ് മാറ്റിയിട്ടുണ്ടായിരുന്നു കിച്ചൺ അപ്പുറത്തെ വർക്ക് ഏരിയ കൊണ്ടുവന്നിട്ട്. അപ്പൊ ഇത് OLX ഇട്ടായിരുന്നു ഹസ്ബൻഡ്. ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു, ഇങ്ങനെ ഫ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അവർ വന്നേക്കണേ, ഈ 2 ഹസ്ബൻഡും വൈഫും, അവർ മലപ്പുറത്ത് കണ്ടുള്ളവരും ഇവിടെ ഞങ്ങൾ മുനമ്പത്ത് വന്ന് താമസിക്കുന്നവരാണ്. ഹസ്ബൻഡും വൈഫും 3 കുട്ടികൾ. അതെങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മക്കള്. ഏറ്റവും ചെറുതിനെന്തോ 4 വയസ്സ് കണ്ടുള്ളൂ. 3 ഒപ്പം വന്നേക്കണ ഈ ഒരു ഫാമിലി. അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ അവർ പറയാണ്, മക്കൾക്ക് ഈ നോമ്പാവുമ്പോൾ വെള്ളം കുടിക്കാനായിട്ടൊക്കെ എപ്പോഴും അപ്പുറത്തെ വീട്ടിൽ പോകണ്ടേ, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ല. അപ്പം ഞങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണം. അപ്പോൾ 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് ആയിട്ടാണ് ഞങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുതിയത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അപ്പോൾ നോക്കിയേ, ഈ യൂണിവേഴ്സ് എത്ര എത്ര മിറാക്കുലസ് ആയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കണേ. ആരും വാങ്ങിക്കൂല, അല്ലെങ്കിൽ തുരുമ്പെടുത്ത് പോകുന്ന കരുതി ഒരു സാധനത്തിന് ആളുകളുണ്ട്. അത് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ വലിയ ഫ്രിഡ്ജ് കാണുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ. വലിയ ഫ്രിഡ്ജ് കാണുമ്പോൾ, എല്ലാ ഫുൾ എല്ലാ ഫെസിലിറ്റീസ് ഉള്ള വാഷിംഗ് മെഷീൻ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്ത് കണ്ടാലും അപ്ലയൻസ് കാണുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ. ഇത് ആഗ്രഹിക്കുന്ന, ഇത് കൊതിക്കുന്ന എത്രയോ പേരുണ്ട്. ശരിക്കും എനിക്ക് അത്ഭുതമായിപ്പോയി ആ 3 മക്കൾ. പിന്നെ അവർക്ക് വീടില്ല. ഈ വീട് വന്നിട്ട് കണ്ടിട്ട്, ഇവിടെ ഞങ്ങൾ മാത്രമല്ല, അപ്പോൾ വീട് കണ്ടിട്ട് ഒത്തിരി സന്തോഷം. എന്ത് ഭംഗിയുള്ള വീടാണ്. അവിടെയൊക്കെ ചുറ്റും നടക്കുക. ആദ്യമായിട്ട് വരുവാണ് കേട്ടോ അവര്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ വീട്ടിലാണ് വന്നേക്കണേ. ഒരു ചെറിയൊരു മാരുതി കാറിലാണ് വന്നേക്കണേ. എന്നിട്ട് അവർ വീട് ചുറ്റും നടന്ന് കണ്ടിട്ട് ഒത്തിരി സന്തോഷം. അപ്പോൾ നോക്കിയേ, യൂണിവേഴ്സ് നമുക്കിങ്ങനെ ചലഞ്ചസ് തന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ തോന്നൂല. നമ്മുടെ കൈ എത്തിപ്പിടിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ തരാതെ വെക്കുന്നത് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ തന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കണേന്ന്. അല്ല, അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും പണത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വാശിയായിട്ടെടുക്കണം. അവരോട് ദേഷ്യമായിട്ടല്ല, വാശിയായിട്ട് എടുക്കണം. എന്നിട്ട് അത് നേടി കാണിക്കണം. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മൾ ഒരുക്കണതാണ്. നമ്മളെ ഈ പ്രപഞ്ചം ഒരുക്കിക്കൊണ്ടിരിക്കണം. എല്ലാം എളുപ്പമാണെങ്കിൽ നമ്മളൊന്നും ശ്രമിക്കില്ല അല്ലേ. അപ്പോൾ ക്യൂസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റട്ടെ, അതിന് നന്ദി പറയാൻ പറ്റട്ടെ. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇതാണ്. ഏത് ക്യൂസ് കണ്ടിട്ട് 7 എണ്ണത്തിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പിന്നെ രാത്രി കിടക്കുന്നതിന് മുൻപ് മാജിക് സ്റ്റോൺ പിടിച്ചിട്ട് നന്ദി പറയാം. രാത്രിയുടെ ഫ്ലൈറ്റിൻ്റെ സമയമായാലും 9:06. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. താങ്ക് യു. ഹാൻഡ് കേപ്ഡ് പേഴ്സൺസ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ശരിയായിരിക്കാം. നമ്മൾ കൈയും കാലില്ലാത്ത ആളെ കാണുമ്പോൾ നമ്മുടെ കൈക്കും കാലിനൊക്കെ നന്ദിയാണ്. നമ്മൾ വെല്ല കളിപ്പിക്കുന്നുണ്ട്. ഒന്ന് കാല് തട്ടുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും 25 ദിവസമായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഹായ് സെറീന എവിടെയായിരുന്നു ഇത്രയും ദിവസം കണ്ട എല്ലാ പ്രാക്ടീസും നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു 2 മാസം കൊണ്ട്, 2 മാസം എടുത്താലും നഷ്ടമില്ല. അല്ലെങ്കിൽ 2000 മൈക്ക കോഫി. അപ്പോൾ 2024 കഴിയുമ്പോഴേക്കും
നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ലൈഫിൽ ഞാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം ഈ ബുക്ക് ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും ഡെപ്തിൽ എനിക്ക് മനസ്സിലായി, ഞാൻ അത്രയും അങ്ങോട്ട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ബുക്കിന്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ വെച്ചാൽ ഓരോ ദിവസം ഒരു 2-3 പ്രാക്ടീസ് വെച്ചിട്ടായി ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ലവ് യു, ബ്ലെസ് യു. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും ലൈഫിൽ ഉണ്ടാവട്ടെ. ജീവിതം അബണ്ടൻസിലുള്ള അബണ്ടൻസിലേക്ക് പോകട്ടെ. ചലഞ്ചസ് വരുമ്പോൾ ആരും വിഷമിക്കേണ്ട. ചലഞ്ചസ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം കാണിച്ചത് നമ്മൾ ഒരുക്കുന്നതാണ്. നമുക്ക് സ്ട്രോങ് ആക്കിയാലേ നമ്മുടെ കയ്യിൽ അത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇത് കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായി പോകും. അത് അതിന് വേണ്ടിയിട്ട് ഒരുക്കണമെന്ന് മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു, ബ്ലെസ് യു. ഹാപ്പി ജേണി കാർത്തിക. ഡൽഹിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾക്ക് പുതിയ കഥകളൊക്കെ പറഞ്ഞതാട്ടാ. താങ്ക് യു സെറീന. അടിച്ചു പൊളിച്ച് വാ കാർത്തിക. ഡൽഹി പോവാണ്, പബ്ലിഷ് ചെയ്യണം. യൂട്യൂബിലാണ് പറയണേ കേട്ടോ. ഓക്കെ ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ ഗ്രേറ്റ്.